ഇപ്പം കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പറയാറുണ്ട്, കുടുംബം പോകുന്നത് പോലെയാണ് ലോകം പോകുന്നത്. നല്ല കുടുംബമാണോ നല്ല ലോകം, കുടുംബം മോശമാണോ ലോകവും മോശം. ഇന്ന് പല ആൾക്കാരും പറയുന്ന ഒരു പരാതിയാണ്, പഴയതുപോലെ നല്ല അച്ഛന്മാരില്ല, പഴയതുപോലെ നല്ല അഡ്വക്കേറ്റുമാരില്ല, ഡോക്ടർമാരില്ല, നേഴ്സുമാരില്ല. ഒറ്റ മറുപടിയേ ഉള്ളൂ, പഴയതുപോലെ നല്ല അപ്പന്മാരില്ല, പഴയതുപോലെ നല്ല അമ്മമാരില്ല. പണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് കേട്ടാൽ നമുക്ക് രോമാഞ്ചം. മഹാത്മാഗാന്ധി, ബാലഗംഗാധര തിലകൻ, വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, പേര് കേട്ടാൽ രോമാഞ്ചം. ഇന്ന് നമ്മുടെ ചില നേതാക്കന്മാരുടെ പേര് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ഉള്ള രോമം കൂടി കൊഴിഞ്ഞു പോവും. അങ്ങനെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്പം നന്മയുടെ കണികൾ വറ്റിപ്പോകുന്ന ഒരു ലോകത്ത് ദൈവം നമ്മളെയൊക്കെ വിളിക്കുന്നു, നന്മ നിറഞ്ഞ കുടുംബത്തിലൂടെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ. നമ്മൾ കാണുന്നുണ്ട്, ലോകത്തിൽ കുടുംബത്തിൻ്റെ ആദ്യത്തെ ചിത്രം ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട് തിരിച്ചറിയൽ പരേഡ്. എവിടെയെല്ലാം പെൺവാണിഭ കേസുണ്ടോ അവിടെയെല്ലാം ഉണ്ട് തിരിച്ചറിയൽ പരേഡ്. ഈ തിരിച്ചറിയൽ പരേഡ് 2010, 2012, 2013, 2014 ആരംഭിച്ചതല്ല. തിരിച്ചറിയൽ പരേഡ് തുടങ്ങിയത് ലോകാരംഭത്തിൽ ഏതൻ തൊട്ടിൽ യുഗാദിയിൽ ഏതൻ്റെ കന്നി മണ്ണിലാണ് ആദ്യത്തെ തിരിച്ചറിയൽ പരേഡ്. ആദ്യ പുരുഷനായ ആദാം ഏകനും മൂകനുമായിരുന്നു. അവൻ്റെ ഏകാന്തത മാറ്റുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവം പറഞ്ഞു, ആദം, ഇന്ന് വരെ സൃഷ്ടിച്ചതിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് ഫിറ്റായിട്ടുണ്ടോ, ഒത്തതുണ്ടോ, ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തുക. അന്ന് വരെ സൃഷ്ടിച്ച എല്ലാ ജീവികളെയും കൊണ്ടുവന്ന് ആദത്തിന് ഇടത്തും വലത്തും മുമ്പിലും പുറകിലും നിർത്തി. പുറകിൽ ആദം, മുമ്പിൽ പിടിയാന, ഒട്ടും ചേരിയല. ഒരു വശത്ത് ആദം, മറുവശത്ത് എരുമ, ശകലം പോലും ചേരിയല. ഒരു വശത്ത് ആദം തൊട്ടു മുമ്പിൽ വെച്ചു പശുവിനെ നിർത്തി നോക്കി, ഒട്ടും ചേരിയല. തമ്പുരാന് പിടികിട്ടി, തേങ്ങാമുറിയും അടയ്ക്കാമുറിയും കൂടെ ചേരിയല. പക്ഷെ തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരും. അതിന് പുരുഷനെ ഗാഠനിദ്രയിലാഴ്ത്തി എന്നാണ് പറയുക. ബൈബിളിൽ ചില വാക്കുകൾ ഒരിക്കൽ ഉണ്ട്, പിന്നെ ഒരിക്കലും ഇല്ലാത്തതാണ്. ഒരിക്കൽ ഉള്ളതും ഒരിക്കൽ ഇല്ലാത്തതുമായ ഒരു വാക്കാണ്, പിന്നെ കാണാത്തതുമായ വാക്കാണ് ഗാഠനിദ്ര. അത് ആർക്കാണ് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഠനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങടാ ഉറങ്ങ്, മനസമാധാനത്തോടെയുള്ള നിന്റെ ഒടുക്കത്തെ ഉറക്കം. ഉറക്കം കെടുത്താൻ ഒരെണ്ണം വരുന്നുണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങുക. അവൻ്റെ വാരിയൽ ഒടിച്ചെടുത്തിട്ട് പോലും അവൻ അറിഞ്ഞില്ല, അത്രയും സുഖമായിട്ട് അവൻ കിടന്നുറങ്ങിപ്പോയി എന്നാണ് പറയുക. അപ്പം അവളെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു, വർത്തമാനം പറച്ചിൽ ആരംഭിച്ചു, ലോകത്തിൽ സ്നേഹബന്ധം ഉണർന്നു. ഈ ലോകത്തിൽ ആദ്യമായിട്ട് ചിരിച്ചതും വർത്തമാനം പറച്ചിലൊക്കെ ആരംഭിച്ചതും സ്ത്രീ ഉണ്ടായതിന് ശേഷമാണ്. സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങളില്ലാത്ത ലോകം മോർച്ചറി പോലെയാണ്, ഒരനക്കവുമില്ല. കരച്ചിലും പിടിച്ചിലും ചീറ്റിലും ചിരിയൊക്കെ വേണോ, സ്ത്രീ ഉണ്ടേലേ ഉള്ളൂ. അതുകൊണ്ടാണ് സായിപ്പന്മാർ പറയും, പരദേശയിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ് ആദം നോക്കുമ്പം ഒരു സുന്ദരി പെണ്ണ് മുമ്പിൽ നിൽക്കുന്നു. അവൻ ഇംഗ്ലീഷിൽ ഒരു സ്വയം പരിചയപ്പെടുത്തൽ നടത്തി. അതിങ്ങനെയായിരുന്നു, മാഡം, ഐ ആം ആഡം. അങ്ങനെ വർത്തമാനം പറച്ചിൽ ആരംഭിച്ചു. മലയാളികൾ പറയും പരദേശയിലെ ആദ്യത്തെ ഭാഷ മലയാളമാണ്. ഞെട്ടി എഴുന്നേറ്റ് ആദം നോക്കുമ്പം പനങ്കല പോലത്തെ മുടി പാദം മുട്ടിക്കിടക്കുന്നൊരു മാതകത്തിടം മന്ദം വന്ന് നടന്നു നീങ്ങും. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്നർത്ഥത്തിൽ ഹേ വാ എന്ന് വിളിച്ചു. അങ്ങനെ ഹവ എന്ന വാക്കുണ്ടായി, സംസാരം ആരംഭിച്ചു. ഒരു ഭർത്താവ് ഭാര്യയോട് പറയടി, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ദിവസം വെറും 7000 വാക്ക് പറയുമ്പം നിങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 14,000-ലധികം വാക്കുകളാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, പിന്നെല്ലാം അടി. തന്നെ പോലുള്ള കിഴങ്ങന്മാർ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെയാണ് 7000 14,000 ആയത്. അവൻ ചോദിച്ചു, എന്നാടി നീ പറഞ്ഞ്? കണ്ടോ, അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാലേ എനിക്ക് പിടി കിട്ടത്തുള്ളൂ. അപ്പൊ സ്നേഹബന്ധങ്ങൾ ആരംഭിച്ചു, ലോകത്തിൽ കുടുംബബന്ധങ്ങൾ ആരംഭിച്ചു. ഏതൻ തോട്ടത്തിൽ സ്നേഹത്തിന്റെ കുടുംബം അവിടെ രൂപം കൊള്ളുകയാണ്. അവിടെ ദൈവം പറയുകയാണ്, ആദം, നിനക്ക് വറക്കാൻ, കൊലത്താൻ, തോരൻ വെക്കാൻ, പറ്റിക്കാൻ, വിളയിക്കാൻ, കൊഞ്ചിക്കാൻ, തത്തക്കുഞ്ഞ്, മാടത്ത, മയിലും കുഞ്ഞ്, പന്നിക്കുഞ്ഞ്, കോഴിക്കുഞ്ഞ്, താറാവ്. പക്ഷെ നിനക്ക് സ്നേഹിക്കാൻ നിന്റെ വെമ്പറം നോത്തി അവ. മോളെ, നിനക്ക് സ്നേഹിക്കാൻ, വിളയിക്കാൻ, കൊഞ്ചിക്കാൻ, പിള്ള കളിക്കാൻ
ആട്ടിൻകുഞ്ഞ്, പന്നിക്കുഞ്ഞ്, കോഴിക്കുഞ്ഞ്, മുയലും കുഞ്ഞ്. പക്ഷെ സ്നേഹിക്കാൻ നിന്റെ ഭർത്താവിനെ ഒലത്തരുത്, ഭർത്താവിനെ സ്നേഹിക്കണം. ഭാര്യയെ പൊരിക്കരുത്, ഭാര്യയെ സ്നേഹിക്കണം. സായിപ്പന്മാരുടെ ജീവിതം പൊട്ടിപ്പറഞ്ഞു പോയത് യൂറോപ്പിൽ, അമേരിക്കയിൽ, പടിഞ്ഞാറിന്റെ സ്വാധീനമുള്ള ഓസ്ട്രേലിയ, ന്യൂസിലൻഡിൽ കുടുംബബന്ധം തകർന്നത് സ്നേഹിക്കേണ്ട ഭാര്യയ്ക്ക് പകരം പട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സായിപ്പ്, കണ്ടം പൂച്ചയെ അമർത്തിപ്പിടിക്കുന്ന മാതാമ്മ. അവിടെയാണ് ബന്ധങ്ങൾ തകർന്നത്. ഇവിടെ സ്നേഹത്തിനൊരു മുൻഗണനാക്രമമുണ്ട്. ഭർത്താവിനെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക. ദൈവം ചേർത്ത് വെച്ചു കുടുംബ ബന്ധം. ദൈവം ഇത് സ്ഥാപിച്ചത് ഉടമ്പടിയായിട്ടാണ്. ദൈവമായ കർത്താവ് കുടുംബത്തെ സ്ഥാപിച്ചത് ഉടമ്പടിയായിട്ടാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 3 ഉടമ്പടികൾ നമ്മൾ വായിക്കുന്നു. ഒന്നാമത്തെ ഉടമ്പടി വിവാഹത്തിന്റെ ഉടമ്പടി, ഉൽപ്പത്തി 2:23. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയെ നോക്കി പറഞ്ഞു, മോളെ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. ഇതായിരുന്നു ആദ്യത്തെ ഉടമ്പടി വാക്ക്. ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞു, ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞു, മോളെ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. അത് കേട്ടപാടെ ഒരു ചേട്ടത്തി പറഞ്ഞു, എൻ്റെ അച്ഛ, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 5-6 മാസം എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, മോളെ, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം. പക്ഷെ അച്ഛ, 2 മക്കളായപ്പോൾ അത് ഞാൻ എൻ്റെ മട്ടുമാറി. ഇനി ഞങ്ങളുടെ പെരയ്ക്കകത്ത് അസ്ഥിയുടെ അസ്ഥി പോയിട്ട് ഗുസ്തിയുടെ ഗുസ്തിയാണ് നടക്കുക. പുരുഷനെയും സ്ത്രീയും ദൈവം ഒരുമിപ്പിച്ചു. ആ ഉടമ്പടി ബന്ധം ആരംഭിച്ചപ്പോഴാണ് ചിരിയും വർത്തമാനം പറച്ചിലും. ഈ ലോകത്ത് ഏറ്റവും നല്ല ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. അത് ആണുങ്ങൾക്ക് അറിയത്തുള്ളൂ, നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ചിരിയുടെ മുമ്പിലാണ് പുരുഷന്റെ മനപ്രയാസങ്ങൾ സൂര്യപ്രകാശത്തിൽ മഞ്ഞുകട്ട പോലെ ഉരുകി പോവുക. എത്ര മനസ്സിന് ഭാരമുള്ള ഭർത്താവും വീട്ടിൽ കടന്നു വരുമ്പോൾ ഭാര്യ ഒന്ന് ചിരിച്ചോ അവന് മനപ്രയാസം ഇല്ലാതാവും. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടവലങ്ങ പോലെ മോന്ത നീട്ടി ഒറ്റപ്പെടുത്തും. അവന്റെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേയറ്റമാവും. സ്ത്രീകൾ ചിരിച്ചോ കുടുംബത്തിൽ സന്തോഷമുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഒരുമാതിരി ആക്കുന്ന ചിരിയുണ്ട്. മര്യാദയ്ക്ക് ചിരിച്ചാൽ ആണുങ്ങളെ നേടാൻ പറ്റും. അതുകൊണ്ടാണ് ഒരിക്കലും ചിരിക്കാത്ത പുരുഷനും ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ട സ്ത്രീയെ കാണുമ്പോഴാണ്. രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, ഒരിക്കലും ചിരിക്കാത്ത മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യയെ കണ്ടപ്പോഴാണ്. അന്ന് അതുവരെ ചിരിച്ചിട്ടില്ലെന്ന. ഇപ്പൊ ചിരിച്ചു നേടാം. 2, പെണ്ണുങ്ങൾക്ക് കരഞ്ഞോണ്ട് ഭർത്താവിനെ നേടാം. സ്ത്രീ കരഞ്ഞോ ആണുങ്ങൾ വീഴും. ഭാര്യ കരഞ്ഞോ ഭർത്താവ് ഉരുവും. കാമുകി കരഞ്ഞോ കാമുകൻ അലിയും. പെങ്ങള് കരഞ്ഞോ ആങ്ങള അയയും. മോള് കരഞ്ഞോ അപ്പൻ ഉരുവും. കാരണം ആണുങ്ങൾക്കൊരു കുഴപ്പമാണ്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് വെള്ളം വീണ പെട്ടെന്ന് അലുത്തു പോവും, കുഴഞ്ഞു പോവും. പക്ഷെ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ പോലും ഇളകാൻ പറ്റുകയില്ല. കാരണം എല്ലേന്നുണ്ടായതാണ് നല്ല കട്ടി എന്ന് വെപ്പ്. ഇപ്പൊ ഉടമ്പടിയിലൂടെ ദൈവം